ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വ പെരുന്നാളിലേക്ക് ഒരിക്കൽ കൂടെ നാം അടുത്തു വരുന്നു. രക്തസാക്ഷിത്വ പെരുന്നാൾ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ലഭ്യമായിരിക്കുന്ന മാർത്തോമൻ പൈതൃകവും പാരമ്പര്യവും പ്രകാരം AD 52 തൻ്റെ ദക്ഷിണ ഭാരത മിഷനറി യാത്ര പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ആരംഭിച്ചു. ദക്ഷിണ ഭാരതത്തിലും അവിടെ നിന്ന് ശ്രീലങ്കയിലും പ്രദേശങ്ങളിലുമൊക്കെ സുവിശേഷ വെളിച്ചം നൽകി തിരിച്ച് ബംഗാൾ ഉൾക്കടലിലൂടെ ഇന്നത്തെ ചെന്നൈയിലെ മദ്രാസിൽ എത്തി മൈലാപ്പൂരിൽ അദ്ദേഹം താമസിച്ച് ധ്യാനിക്കുമ്പോൾ അവിടെ വെച്ച് ഡിസംബർ മാസം AD 72 ഡിസംബർ മാസം 18-ാം തീയതി അദ്ദേഹം ഒരു ഖലനാൽ കുന്തം ഏറ്റു എന്നാണ് കാണുന്നത്. ദക്ഷിണ ഭാരതത്തിൽ ഒരു ഖലനാൽ കുന്തമേറ്റു. 3 ദിവസം രക്തം വാർന്ന് കിടന്നുകൊണ്ട് അദ്ദേഹം ചിന്നമലയിലെ ഒരു ഗുഹയ്ക്കകത്ത് പ്രാർത്ഥനാനിരതനായി ഭാരതത്തിനു വേണ്ടി, ഈ പുണ്യദേശത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് തൻ്റെ പ്രാണനെ വിട്ടു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സാന്തോം കത്തീഡ്രൽ, പിന്നീട് സാന്തോം കത്തീഡ്രൽ ആയി അറിയപ്പെടുന്ന മൈലാപ്പൂരിലെ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് സംസ്കരിക്കപ്പെട്ടു. അത് 4-ാം നൂറ്റാണ്ടിൽ, 3-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ വിവിധ പാരമ്പര്യങ്ങളുണ്ട്. അത് ഭാരതത്തിൽ നിന്ന് അതിൻ്റെ ഒരു അംശം അദ്ദേഹം നേരത്തെ മിഷൻ പ്രവർത്തനം ആരംഭിച്ച AD 30 മുതൽ ഏതാണ്ട് AD 50 വരെ മിഷൻ പ്രവർത്തനം നടത്തി സഭകൾ സ്ഥാപിച്ച പൗരസ്ത്യ കാതോലിക്കേറ്റിനെ അടിസ്ഥാനമിട്ട പേർഷ്യൻ സഭ എന്ന് ഒക്കെ പിന്നീട് അറിയപ്പെട്ട എഡേസയിലെ അവിടെ ഒരു സാന്തോം കത്തീഡ്രൽ സ്ഥാപിതമായി. അവിടെ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ സ്ഥാപിച്ചു. അത് ജൂലൈ 3-ാം തീയതിയാണ്. അദ്ദേഹം കുന്തമേറ്റ് മരിച്ചത് AD 72 ഡിസംബർ മാസം 21-ാം തീയതിയാണ് എന്ന ഒരു പൈതൃകവും പാരമ്പര്യവും ഉണ്ട്. അതുകൊണ്ട് ആ ദിവസത്തെ രക്തസാക്ഷിത്വ പെരുന്നാൾ എന്ന് വിളിക്കുന്നു. AD 72 എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ചരിത്രപരമായി നാം നോക്കുമ്പോൾ ഈ വർഷം, അതായത് 2020 പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വ പെരുന്നാളിൻ്റെ 1948 വാർഷികമാണ്. 1948 രക്തസാക്ഷിത്വ പെരുന്നാൾ മാർത്തോമൻ പൈതൃകവും പാരമ്പര്യവുമുള്ള എല്ലാ സഭകളും ആഘോഷിക്കുന്നു. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൈതൃകത്തിൻ്റെ അടിസ്ഥാനമാണ് ഇത്. ക്രിസ്തുവിൽ 1000 ഗുരുക്കന്മാർ നിങ്ങൾക്കുണ്ടാകാം, എന്നാൽ നിങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് ഞാനത്രയെന്ന് പൗലോസ് ശ്ലീഹ കൊരിന്ത്യരോട് പറയുന്നത് പോലെ ഭാരതത്തിൽ യേശു ക്രിസ്തുവിനെ ജനിപ്പിച്ച പുണ്യപിതാവാണ് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ. വൈദേശിക ആധിപത്യങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ പ്രവർത്തനത്തെ നിരാകരിച്ചവരുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ അപ്പോസ്തലികതയെയും പൗരോഹിത്യത്തെയും നിഷേധിക്കുന്ന ചില അധിനിവേശ സഭകളുണ്ട്. പക്ഷേ അതിനെയെല്ലാം കാലം ചവറ്റുകൊട്ടയിൽ തള്ളി പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ നിത്യസാക്ഷിയായിട്ട് വളരുന്ന, മാർത്തോമൻ പൈതൃകത്തിൽ വളരുന്ന ഒരു സഭയായിട്ട്, ദേശീയ സഭയായിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ കടമയും കടപ്പാടുമാണ് ആ പിതാവിനെ ഓർക്കുക എന്നുള്ളത്. അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ ആവിർഭാവം മുതൽ എല്ലാ വർഷവും
ആ ഭദ്രാസനത്തിൽ കൽപ്പന മൂലം എല്ലാ ദേവാലയങ്ങളിലും ഡിസംബർ മാസം 18-ാം തീയതി മുതൽ 3 ദിവസം, അത് നോമ്പുകാലമാണ്, എൽദോ നോമ്പുകാലമാണ്, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന കാലമാണ്. അപ്പോൾ ആ ക്രിസ്തു ജനനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ച നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ 3 ദിവസം പ്രത്യേകമായി ധ്യാനിക്കുകയും ഡിസംബർ 21-ാം തീയതി ഒരു പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട്, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് ആ ധന്യതയിൽ കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു രീതി പ്രത്യേകമായിട്ട് ഉണ്ട്. ദൈവം സഹായിച്ചാൽ ഈ വർഷം ആ പെരുന്നാൾ നമ്മുടെ ജ്യോതിസ് ആശ്രമത്തിൻ്റെ ഒരു വിങ് സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് റിട്രീറ്റ് സെൻറ്റർ എന്നുള്ളതാണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥതയിലാണ് ആശ്രമത്തിൻ്റെ ദേവാലയം ഉള്ളത്, അവിടുത്തെ പഠനങ്ങൾ നടക്കുന്നത്. കാരണം ആ പ്രദേശത്ത് മാർത്തോമാ ശ്ലീഹായുടെ 1-ാം മിഷണറി യാത്രയിൽ ഗുജറാത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ, ഇന്നത്തെ കച്ച് ഡിസ്ട്രിക്റ്റിൽ, അതുപോലെ രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ടെന്നും അവിടെ തോമസ് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു എന്നതിന് 18-ാം നൂറ്റാണ്ടിൽ പോലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഒക്കെ ഇന്നത്തെ പഠനങ്ങൾ കാണുന്നു. അതുകൊണ്ട് ആ പിതാവിനെ ആദരിക്കുവാൻ നമുക്ക് സാധിക്കുകയാണ്. ഡിസംബർ 21-ാം തീയതി ദൈവം സഹായിച്ചാൽ സെൻറ്റ് തോമസ് ആശ്രമത്തിൽ, ജ്യോതിസ് ആശ്രമത്തിൽ, സെൻറ്റ് തോമസ് ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ പെരുന്നാൾ ആഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ജ്യോതിസ് ആശ്രമത്തിലേക്ക്, മൗണ്ട് അബുവിലുള്ള രാജസ്ഥാനിലുള്ള മലങ്കര സഭയുടെ ആശ്രമമാണ് അത്. അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ കീഴിൽ അത് പ്രവർത്തിക്കുന്നു. ആശ്രമത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, അതിനേക്കാളുപരി ഡിസംബർ 18 മുതൽ 21 വരെയുള്ള ദിവസങ്ങൾ പ്രത്യേക ധ്യാന ദിവസങ്ങളായി എടുത്ത് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് 18-നും 21-നും സാധിക്കുമെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട്, അതുപോലെ അല്ലെങ്കിൽ അതിനെ സാധിക്കാത്തിടത്ത് 20-ാം തീയതി ഞായറാഴ്ച വംശാവലി ഞായറാഴ്ചയാണ്. എല്ലാ പൂർവികരെയും ആദം മുതൽ ക്രിസ്തു വരെയുള്ള എല്ലാവരെയും ഓർക്കുന്ന ആ ആഴ്ചയിൽ നമ്മെ ക്രിസ്തുവുമായി ബന്ധിപ്പിച്ച, നമ്മിൽ ക്രിസ്തുവിനെ ജനിപ്പിച്ച പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായെ ഓർത്ത് പ്രത്യേകമായി പെരുന്നാൾ ആഘോഷിക്കുവാൻ ഇടയാകണം എന്ന് സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ എടുത്തു പറയട്ടെ, നമ്മെ ക്രിസ്തുവിലേക്ക് എത്തിച്ചത് നമ്മുടെ പിതാവ്, നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം, അഥവാ നാം പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ മക്കളാണ്. ആ മാർത്തോമാ ശ്ലീഹായെ ആദരിക്കുവാൻ നമുക്കിടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയും കൂട്ടും കാവലുമായിരിക്കട്ടെ.